അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണം. ഓഹോ, എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4 വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ച ഭാഷയല്ലേ പഠിപ്പിക്കണേ. മേത്തന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്രം അശുദ്ധാവില്ലെന്ന് ആരേ ഉള്ളൂ. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടോണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. ഒന്നും പറയണ്ട. ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയാ. എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ സംഗതി ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പെരുവഴിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. ഞാൻ അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെ ഒതുക്കാം. അതിനൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല. മർമ്മം നോക്കി അടിക്കുക.